മുടിഞ്ഞു, കേരളം മുടിഞ്ഞു. ഇനി നന്നാകണമെങ്കിൽ ജാതിയും മതവും പാർട്ടിയും നോക്കാതെ ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തണം. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ മുടിഞ്ഞു കയറണം. ഇത് ശരിയല്ല. എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല, എന്റെ മോനാന്ന് ഞാൻ സഹിക്കൂല. ഞാൻ ഇവിടുത്തെ ടീച്ചറായിരുന്നു. ശിക്ഷാ നിയമത്തിൽ മാറ്റം വരുത്തുക. ഗൾഫിലൊക്കെ നടത്തുന്നവരാണ് ശിക്ഷ ഇവിടെ വരണം. എന്നാലും അതെ കൈ വെട്ടണം, കാല് വെട്ടണം, അല്ലെ ഒക്കത്തില്ല ഇവിടെ. പ്രിയപ്പെട്ട ടീച്ചറെ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള എല്ലാ ബഹുമാനവും ആദരവും ഒക്കെ അറിയിക്കുകയാണ്. വർത്തമാന കാലഘട്ടത്തിൽ അധ്യാപിക എന്ന വാക്കിനെ അന്വർത്ഥമാക്കുന്നതാണ് ടീച്ചറിന്റെ ഈ നിലപാട്. ടീച്ചറെങ്കിലും പൊതുരംഗത്ത് വന്ന് നിലപാട് പറഞ്ഞല്ലോ. അങ്ങേയറ്റം ബഹുമാന ആദരവ് എന്ത് പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയില്ല. ടീച്ചർ പറഞ്ഞല്ലോ ഗൾഫ് നാടിന്റെ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വരണമെന്ന്. ടീച്ചർ ഇതൊക്കെ ആഗ്രഹിക്കാനേ പറ്റൂ. നമ്മുടെ നാട്ടിൽ ഒരു ക്രൈം നടക്കുമ്പോൾ അനുബന്ധമായി നമ്മുടെ കേരളീയർ, മലയാളികൾ പ്രത്യേകിച്ചും അവരുടെ ക്രോധവും രോക്ഷവും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൈക്ക് കൈ, തലക്ക് തല, ജീവന് ജീവൻ എന്നൊക്കെ പറയാറുള്ളൂ. ഇതൊന്നും ഇല്ലാതെ ഒരാഴ്ച നമ്മുടെ നാട്ടിൽ ഒരു ക്രൈം ഇല്ലാതിരുന്നു നോക്കിയേ. ആ സമയം നമ്മുടെ ഓൺലൈൻ മീഡിയയിൽ ഗൾഫ് രാജ്യത്ത് ഒരു ശിക്ഷ നടക്കുന്നു. ഒരു കൊലപാതക കേസിലെ പ്രതിയെ കൊന്നു, തലവെട്ടി എന്ന വാർത്ത കണ്ടാൽ ഉടനെ പ്രാകൃത നിയമം, 6-ാം നൂറ്റാണ്ടിലെ നിയമം, പഴഞ്ച നിയമം, പുരോഗമനമില്ലാത്ത സമൂഹം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ പിറ്റേ ആഴ്ച ഒരു കൊല നടന്നാൽ അവനെ അതുപോലെ കൊല്ലണം. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ അവനെ കല്ലേ വെച്ച് ചതക്കണം. ഒരു കുട്ടിയെ പീഡിപ്പിച്ചാൽ അവന്റെ സുനാങ്ങ് വെട്ടിക്കളയണം. ഇതെല്ലാം പറയും നമ്മുടെ നാട്ടിൽ. നമ്മൾ പറഞ്ഞ് നമ്മുടെ രോക്ഷം തീർക്കും. പക്ഷെ അവരങ്ങനല്ല, പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരും. അതാണ് ഇസ്ലാമിന്റെ നിയമം. ശരീഅത്തിന്റെ നിയമം അങ്ങനെയാണ്. നമ്മൾ വാക്കാൽ പറയും, അവർ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരും. ഇനി അത്തരം നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നുള്ള കുഴപ്പം എന്താണ്? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെക്കാൾ ആദ്യം ശിക്ഷിക്കപ്പെടുന്നത് ഇവിടുത്തെ ഭരണകർത്താക്കളാണ്. പ്രിയപ്പെട്ട ടീച്ചറെ, കണ്ടില്ലേ 2023, 2024 പോലല്ലേ 2025 നമ്മുടെ നാട്ടിൽ പുതിയ പുതിയ സിനിമകൾ വരുമ്പോൾ പശ്ചാത്തലം മാറി പറഞ്ഞപ്പോൾ ജനങ്ങളിലും ആ വ്യത്യാസം ഉണ്ടായില്ലേ? കൊല്ലാൻ ആർക്കെങ്കിലും അറപ്പുണ്ടോ? ഇവിടെ ആർക്കെങ്കിലും അറപ്പുണ്ടോ? ദിനം പ്രതി എത്ര ആളുകളെയാണ് മയക്കുമരുന്ന് കേസിൽ പിടിക്കപ്പെടുന്നത്? ടീച്ചർമാർക്ക് പോലും തന്റെ കുട്ടികളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വടിയെടുത്താൽ കുട്ടിക്കറിയാം എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയണമെന്ന്, എങ്ങനെ വടിയെടുത്ത അധ്യാപകനെ നിയമക്കുരുക്കിൽ പെടുത്തണമെന്നൊക്കെ കൃത്യമായി പുതിയ തലമുറക്ക് ബോധ്യമുണ്ട്. എന്തിനേറെ ജന്മം കൊടുത്ത സ്വന്തം മാതാപിതാക്കൾക്ക് പോലും കുട്ടികളെ ശാസിക്കാൻ പറ്റുന്നില്ല. ആ രൂപത്തിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ പോയി. ഇരകൾക്കൊപ്പമാണെന്ന് പറഞ്ഞ് വേട്ടക്കാരാക്കി കുട്ടികളെ മാറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പോയി. 5 പേരെയൊക്കെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലാൻ ഒരു മനുഷ്യൻ എത്രത്തോളം പിശാചിന്റെ സന്തതി എന്ന് ആ രൂപത്തിലേക്ക് എങ്ങനെ പരുവപ്പെട്ടു? ഒരു നിമിഷമെങ്കിലും 95 വയസ്സുള്ള വയോവൃദ്ധയായ മനുഷ്യൻ ആദ്യത്തെ അടിക്ക് വേണ്ടി ചുറ്റിക പൊക്കുമ്പം അവർ കൈകൊണ്ട് പറഞ്ഞു കാണത്തില്ലേ? ചോറ് വാരി കൊടുത്ത കൈയല്ലേ? ആ കൈകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ അരുതെന്ന് പറഞ്ഞു കാണില്ലേ? ആ പറയുന്ന സന്ദർഭത്തിലും അവരെപ്പോഴും ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവന്റെ മനസ്സിൽ ഇത്രയും വൈരാഗ്യവും പൈശാചികതയും മനുഷ്യത്വത്തെ, ആ മനുഷ്യത്വത്തിന്റെ മൂല്യം അവന്റെ ഹൃദയത്തിൽ നിന്ന് മറച്ചു കളഞ്ഞ ആ വസ്തു എന്താണ്? മനുഷ്യത്വത്തിന്റെ സകല മൂല്യവും അവന്റെ ഹൃദയത്തിൽ മറച്ചു കളഞ്ഞ ഘടകം എന്താണ്? കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ സ്വന്തം പെങ്ങളെ പേന കത്തിക്കൊണ്ട് വിദ്യാരംഭം കുത്ത് ഹരിശ്രീ മുഖം വികൃതമാക്കി കളഞ്ഞു, പിച്ചാത്തി കൊണ്ട് വരിഞ്ഞു. അവർക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ എന്ത് ക്രൈം ചെയ്താലും ഇത്ര ശിക്ഷയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇപ്പൊ ടീച്ചർ പറഞ്ഞതുപോലെ ഇവിടെ മതവും ജാതിയും ഒന്നുമല്ല, നിയമങ്ങൾ കൃത്യമാക്കണം. ഇവിടെ മതവും ജാതിയും തന്നെയാണ് ടീച്ചർ വിഷയം. ഇവിടെ ഭരിക്കണമെങ്കിൽ മതം വേണം, നിലനിൽപ്പിന് മതം വേണം. മതം കൊണ്ടേ ഇവിടെ രാഷ്ട്രീയം പോലെ നിലനിൽക്കും. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ നാടിന്റെ പ്രത്യേകതയാണ്. മതം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം ഇടപെടുന്ന ഒരേ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ത്യയിൽ മാത്രമാണ്. ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് മതങ്ങളാണ്. ആ രൂപത്തിലേക്ക് നമ്മുടെ പശ്ചാത്തലം പോയി. മതങ്ങൾ മൂല്യങ്ങൾ പഠിപ്പിക്കാനുള്ളതാണ്, മനുഷ്യരെ സംസ്കാരം പഠിപ്പിക്കാനുള്ളതാണ്. പക്ഷെ ആ മതം എന്നുള്ളത് രാഷ്ട്രീയത്തിനുള്ള ആയുധം കൂടിയായി. മതങ്ങൾ സംസ്കാരം പഠിപ്പിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. മതങ്ങൾ അതിന്റെ ധാർമ്മികത പഠിപ്പിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി. ഇനി ഏതെങ്കിലും മതവിശ്വാസികൾ ധാർമ്മികത പറഞ്ഞാലോ അവർ പിന്തിരിപ്പന്മാരാണ്, അവർ 6-ാം നൂറ്റാണ്ടുകാരാണ്. സ്ത്രീകളെക്കുറിച്ച് നിലപാട് എന്തിനാണ് ഈ നിലപാട് പറയുന്നത്? പെണ്ണുങ്ങൾ ഒരു നിലക്കും ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ആ നിയമങ്ങൾ സമൂഹത്തോട് പറഞ്ഞാൽ അവർ പരിഹാസ്യരായി മാറുകയാണ്. അല്ലെങ്കിൽ സ്ത്രീകളോട് ഏതെങ്കിലും വ്യക്തി വൈരാഗ്യം അവരെ അരികുവലിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല. പുരുഷന്മാര് പീഡിപ്പിക്കപ്പെടുന്നത്, ഒരു സ്ത്രീയാൽ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുക എന്നുള്ളത് തുലവും നമ്മൾ വാർത്തകൾ തുലവും കേൾക്കുന്ന സംഗതിയല്ലേ? എന്നാൽ ദിനം പ്രതി എത്ര സ്ത്രീകളെയാണ് ദിനം പ്രതി പീഡിപ്പിക്കപ്പെടുന്നത്, പീഡിപ്പിച്ച് കൊല്ലുന്നത്? ഇങ്ങനെ ഒരു നിലക്കും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു മതത്തിന്റെ ധാർമ്മിക ചിന്ത സമൂഹത്തോട് പങ്കുവെച്ചാൽ
അവർ പിന്തിരിപ്പന്മാരാണ്, സ്ത്രീ പുരോഗമന വാദങ്ങൾക്കെതിരാണ്. എന്നാലോ ഇവർക്ക് ആർക്കെങ്കിലും സ്ത്രീകളെ ഔന്നിത്യത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ? ഇവർക്ക് ആർക്കെങ്കിലും സ്ത്രീകൾക്ക് ആത്മാഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചുകൊണ്ട് അവർക്ക് നിർഭയത്വത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടാക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഏറ്റവും അവസാനം ഒടുവിൽ കഴിയുന്നുള്ളൂ. നിർഭയയുടെ കൊലപാതകത്തിന് ശേഷം ഷീ ടാക്സി വന്നു, സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ റിസർവ് സംവിധാനങ്ങൾ വന്നു. എന്നതിനപ്പുറം മനുഷ്യർക്ക് ഒരു സ്ത്രീയെ കാണുമ്പോൾ ബഹുമാനിക്കാനുള്ള എന്ത് ക്വാളിറ്റി മനുഷ്യരിലുണ്ടാക്കി, എന്ത് ധാർമ്മിക മൂല്യം മനുഷ്യരിലുണ്ടാക്കി? കഴിയില്ല, നിങ്ങളെ കൊണ്ട് കഴിയില്ല. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ഇങ്ങനെയാണോ? അല്ല. ഒരു സ്ത്രീയോട് മിസ്ബിഹേവ് ചെയ്യാൻ പറ്റൂല, ചെയ്താൽ വിവരമറിയും. രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീയെ ബഹുമാനിക്കണമെന്ന മതപരമായ മൂല്യങ്ങൾ മനുഷ്യരിൽ സമ്മേളിക്കുന്നു. രണ്ടാമത്തത്, സ്ത്രീകളോട് മിസ്ബിഹേവ് ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ബോധവും. ഇത് രണ്ടും മേളിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു രാജ്യം സമാധാന അന്തരീക്ഷത്തിലല്ലാതെ പോവുക? ഇത് രണ്ടും ഇല്ലാത്തതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട കുഴപ്പം. നമ്മുടെ രാജ്യത്ത് മതം എന്നുള്ളത് ഒരാൾക്ക് ഭരണാധികാരിയാകാനും അയാൾക്ക് സ്ഥായിയായി ഭരിക്കാനുമുള്ള കേവലം ആയുധം മാത്രമാണ്. അതിന്റെ പേരിൽ കൊല്ലാനും ചാകാനും നടക്കുന്ന അനേകായിരം മനുഷ്യർ. ഇവിടെ നോക്കൂ, നമ്മുടെ രാജ്യത്ത് മയക്കുമരുന്നിൽ പിടിക്കപ്പെടുന്ന ആളുകൾ ഒരാഴ്ചയെങ്കിലും അകത്ത് കിടക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ പശ്ചാത്തലം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ടീച്ചറെ, നമുക്കിതൊക്കെ പറയാനും നമ്മുടെ വൈകാരികമായ ആ വിഷയത്തോടുള്ള നമ്മുടെ മാനസികമായ വിയോജിപ്പ് പ്രകടിപ്പിക്കാനേ കഴിയും. ഈ നാട് നന്നാകുമെന്നു നമുക്ക് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല. കാരണം ആ രൂപത്തിലേക്ക് നമ്മുടെ കൈവിട്ടുപോയി. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക, സ്വന്തം മക്കളോടുള്ള കരുതൽ നമുക്കുണ്ടാകുക. കാരണം നമ്മുടെ മക്കൾ നമ്മുടേതാണെന്നുള്ള ബോധ്യം നമുക്ക് വേണം. അവർ നന്നാക്കലോ അവർ ശരിയായ രീതിയിൽ നടക്കലോ ഒന്നും മറ്റാരുടെയും ഉത്തരവാദിത്വം ബാധ്യതയല്ല, നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ അടുത്ത തലമുറയിലേക്ക് നമ്മുടെ ജീവിതത്തിന്റെ മാർഗരേഖ അവർക്ക് കൈമാറണമെങ്കിൽ നമ്മൾ ശരിയായ ഒരു ജീവിതം സ്വന്തം നമ്മൾ നയിച്ചു കാണിക്കുകയും അവരെ ആ രീതിയിലേക്ക് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും കൂടി ചെയ്യുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും.